ഹലോ, വെൽക്കം ബാക്ക് ടു വർഷി ടേസ്റ്റി ഡോട്ട്സ്. ഞാൻ ഇന്നിവിടെ ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് കോക്കനട്ട് ഉപയോഗിക്കാത്ത ഒരു അടിപൊളി സ്പെഷ്യലായിട്ടുള്ള തിക്കായിട്ടുള്ള സാമ്പാർ. അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. ഏതൊക്കെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതൊക്കെ ആഡ് ചെയ്യാം. അതിലേക്ക് ഞാനൊരു ഓണിയൻ, അതുപോലെ ഒരു വലിയ ടൊമാറ്റോ, ഒരു 4 ഗ്രീൻ ചില്ലി, അതുപോലെ ഒരു ചെറിയ പീസ് ജിഞ്ചർ, ഇത്രയും ഐറ്റംസ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ ഇഷ്ടം വെജിറ്റബിൾസ് അതൊക്കെ ആഡ് ചെയ്യുക. അതുപോലെ ലേഡീസ് ഫിംഗർ ആഡ് ചെയ്യാൻ പാടില്ല, വെണ്ടക്ക നമ്മൾ മാറ്റി വെക്കണം. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടാതെ ഒരല്പം സോൾട്ട് ആഡ് ചെയ്യാം. നമുക്ക് വെണ്ടക്ക മാറ്റി വെക്കാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം. അതിലേക്ക് നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് യെല്ലോ ദാൽ ആഡ് ചെയ്ത് ആവശ്യത്തിന് വാട്ടർ ആഡ് ചെയ്ത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ 1 വിസിലടിക്കാം. കുക്കാവുന്ന ടൈമിൽ നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്ത് നമുക്കൊരു 1/2 കപ്പ് വാട്ടറിൽ സോക്ക് ചെയ്യാൻ വെക്കാം. ഇതിൻ്റെ ആ ഒരു വാട്ടർ നമുക്ക് മൂവ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഈ ടൈമിൽ നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ തന്നെ ഒഴിക്കണം. കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് അതിലേക്ക് നമുക്കൊരു 5 or 6 ചെറിയ ഉള്ളി, അതുപോലെ ഒരു 5 or 6 ഗാർലിക്ക്, ഇത് രണ്ട് സെയിം അളവിൽ തന്നെ എടുക്കണം. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഫെനൽ സീഡ്, 1/2 ടീസ്പൂൺ ക്യുമിൻ സീഡ്, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഉറുദ് ദാൽ, ഉഴുന്ന് പരിപ്പാണ്. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ പെപ്പർ, കുരുമുളക് ചേർക്കാം. ഇത് ചേർത്തതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ്സ് ഒന്ന് ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് ഒരു 1.5 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ഇത്ര ആഡ് ചെയ്ത് ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു അല്പം കറി ലീവ്സും കൂടി ആഡ് ചെയ്ത് നമുക്കിതൊന്ന് കൂളായതിന് ശേഷം ബ്ലെൻഡറിലിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. ആ ടൈമിൽ നമുക്ക് ഈ കുക്കായിട്ടുള്ള വെജിറ്റബിൾസ് ഓപ്പൺ ചെയ്ത് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പുളിയുടെ ആ ഒരു നീര് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ വെണ്ടയ്ക്കയും കൂടി ആഡ് ചെയ്ത് നേരത്തെ തയ്യാറാക്കി പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റും കൂടി ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് നമുക്കൊരു അല്പം കായപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പെരുങ്കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് അതിലേക്കൊരു 2 റെഡ് ചില്ലി ആഡ് ചെയ്ത് ഒരല്പം കറി ലീവ്സും ആഡ് ചെയ്ത് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ ആഡ് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇത് സാമ്പാറിലോട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് ഒന്ന് ബോയിൽ ചെയ്തതിന് ശേഷം നമുക്ക് സാമ്പാർ റെഡി, ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റെപ്പൊക്കെ ഫോളോ ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.